അയ്യപ്പേട്ട, ചോറ്റാനിക്കരയിൽ ഒരു അതിജീവിതയെ അതിക്രൂരമായ രീതിയിൽ എന്താ പറയുക, അവളുടെ ജനനേന്ദ്രിയം വരെ തകർത്ത നിലയിൽ കണ്ടെത്തി. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ആ കുട്ടി. വെന്റിലേറ്ററിലാണ്, ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഒരു അതിജീവിതയ്ക്കാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം, ഒരു ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഇതിന് കാരണക്കാരനായിട്ടുള്ള ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതില്ലേ? അതായത് ഒരിക്കൽ ഒരു അപമാനം ഏറ്റുവാങ്ങിയ ഒരു യുവതി, അവളൊരു വിക്ടിമാണ് ആയിക്കോട്ടെ. ഈ കുട്ടി ഒരു അപമാനം എന്ന് പറയുന്നത് സ്വയം ഉണ്ടായതിനേക്കാൾ ആ മുറിവേര്, ഹൃദയത്തിനേറ്റ മനസ്സിനേറ്റ മുറിവ്. അപ്പൊ ആ കുട്ടിക്ക് ഈ പയ്യനുമായിട്ട് വെറും 6 മാസത്തോളമായിട്ടുള്ള ഒരു അടുപ്പം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ആ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്. ഈ 6 മാസം കൊണ്ട് സ്ഥിരമായിട്ട് വീട്ടിൽ വന്നു പോവുകയും ഇയാളുടെ ശല്യം കാരണം, ഇയാളെ കൊണ്ടുള്ള പേടി കാരണം ആ അമ്മ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുകയാണ്. അതായത് ഇനി എന്നെ കൊണ്ട് ഇവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ പോലും മാറി നിന്നു എന്നുള്ള വാർത്തകളൊക്കെ വരികയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? അതായത് പ്രീത, ഇതിനകത്തെ ഈ കാര്യത്തിൽ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഇതും ഒരു സൈക്കോ പാത്തായിട്ട് തന്നെ നമുക്ക് തോന്നേണ്ടി വരും. ഈ ചെറുപ്പക്കാരനാണ് ഇത് ചെയ്തു എന്നുണ്ടെങ്കിൽ. കാര്യം ഈ കേസ് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പെൺകുട്ടി അതിജീവിത എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആർക്കായിരുന്നാലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയൊക്കെ ഒരു ഉപദേശമൊക്കെ കിട്ടത്തില്ലേ? ഇങ്ങനെ ഒരു സംഭവം അതൊക്കെ വേണ്ട രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ ഇങ്ങനെ പറയുന്നവർക്ക് കിട്ടാറുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നു. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു മുറിവ് ഏറ്റു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടുണ്ടായി എന്നൊരു ആത്മപരിശോധന എല്ലാ വ്യക്തികളും, ഒരു നോർമൽ ആയിട്ടുള്ള ആരും ചിന്തിക്കും എന്തുകൊണ്ട് തനിക്ക് ഇത് ഉണ്ടായി. അങ്ങനെ അത്തരത്തിൽ ഒരു ഉപദേശം കൊടുക്കാൻ അതിൻ്റെ സംവിധാനങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം കൂടെ ഈ അവസരത്തിൽ നമുക്കുണ്ടാകും. കാര്യം ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം, സർക്കാരിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളിൽ ഏതിലെങ്കിലും ഈ 19 വയസ്സുകാരിക്ക് കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ഉണ്ടായതല്ലേ? കാര്യം പ്രൈവറ്റ് ബസ്സിലെ ഏതൊരു കണ്ടക്ടർ ഡ്രൈവർ ഈ കുട്ടി ഒരു ഭിന്നശേഷിക്കാരി എന്നാണ് പറയുന്നത്, അതുകൂടെ കേൾക്കുന്നുണ്ട്. ആ കുട്ടി ഒരു ഭിന്നശേഷിക്കാരി എന്നാണ് പറയുന്നത്. ഒന്നാമത് ആ കുട്ടിയെ എടുത്തു വളർത്തുകയാണ്, ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയും എടുത്തു വളർത്തുകയാണ്. അപ്പോൾ ആ കുട്ടിക്കൊരു ഭിന്നശേഷിക്കാരി എന്നതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ ഒരു ജാതിയിൽ കുറഞ്ഞ ഒരു പെൺകുട്ടി, അങ്ങനെ പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊന്നും അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു വേർതിരിവ് നമ്മുടെ മനസ്സിലൊന്നുമില്ല. അത് പറയുന്നത് തന്നെ അങ്ങനെ തന്നെ പറഞ്ഞ് വാർത്ത വരുന്നത് തെറ്റാണെന്ന് പക്ഷക്കാരനാണ് ഞാൻ. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ് ഏതൊരു സ്പോർട്സ് താരത്തിന്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ മനസ്സിനേറ്റ മുറിവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഒരു വേള നിങ്ങൾ ഇനിയെങ്കിലും ഈ തെറ്റിലേക്ക് പോകാതിരിക്കേണ്ട കാര്യങ്ങളും കൂടെ അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒന്നുകിൽ ആ കുട്ടിക്ക് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കണം, മോളെ നിനക്ക് ഇങ്ങനെ പറ്റിയത്. കാര്യം ആ കുട്ടി പെറ്റായിരുന്നിരിക്കാം, കാര്യം അവർക്ക് മക്കളില്ലാതിരുന്ന അവർ എടുത്തു വളർത്തി ഒരു പെറ്റായിട്ടായിരിക്കാം ആ കുട്ടിയെ അവർ വളർത്തിയത്. അപ്പോൾ ഈ പറയുന്ന പോലെ അതിന് യഥാസമയം ആർക്കായിരുന്നാലും ഉപദേശം വേണ്ട സമയത്ത് ഉപദേശം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം എന്ന് തന്നെയാണ്. ഞാനൊരു പിതാവാണ്, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അവർക്ക് ഇഷ്ടമല്ല, അവർ ഒരു വേള തട്ടിക്കളയുമെങ്കിലും നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കണം. ഈ ഉപദേശം അല്ലാതെ തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതിലൂടെ പരസ്പരം നമ്മൾ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ കുറിച്ച് പരസ്പരം സംസാരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തമാശയിലൂടെ ആയിരിക്കും മറ്റുള്ളവരിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതെ, അത് പങ്കുവയ്ക്കുന്നത്. ഇപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ ഇനി, അതായത് ആ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്ന ഒരു ബൈറ്റ് ഞാൻ കേട്ടു. ആ കുട്ടി ഇനി 2 ദിവസം, അതിന് കൂടുതൽ അവൾ ജീവിച്ചിരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്നുള്ള എന്റെ സംശയം എന്ന് പറയുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പ്രീത തുറന്നോളൂ. അതായത് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു മുറിവേറ്റ കുട്ടിയെ എന്തുകൊണ്ട് ഇനി ഇതിലേക്ക് പോകരുത് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും പറയും. കാര്യം ചതിക്കുഴിയിലേക്ക് ഈ കുട്ടികൾ ചെന്ന് വീഴുമ്പോൾ ഇവർക്ക് ഇത്ര ബുദ്ധിയില്ലാത്തവരാണോ? ഇന്നലെയും നമ്മൾ സംസാരിച്ചൊരു വിഷയത്തിൽ, കാര്യം ഇപ്പോൾ വന്ന് അവിടെ ഈ കണ്ട പ്രക്രിയയെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് പോയിരിക്കുന്നവൻ അവിടെ വന്ന് കാട്ടിക്കൂട്ടിയിരിക്കുന്ന പ്രക്രിയകൾ നാട്ടുകാർ പറയുന്ന വണ്ടി വരെ കൊണ്ടുവൻ ക്രോസ് ആയിട്ട് വെച്ച് നാട്ടുകാർ അവരുടെ കൗൺസിലർ ഇതിൽ സംസാരിക്കുന്നുണ്ട്. കാര്യം അവരെല്ലാം ഇതിൽ ഇടപെട്ടതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാർക്കൊക്കെ ഒന്നുകിൽ ലഹരിക്ക് അടിമയായിരിക്കണം,
അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന മനസ്സിലാക്കാൻ അല്ല അവൻ്റെ അഹങ്കാരമായിരിക്കണം. ഇവർക്ക് ഈ പറയുന്ന പോലെ സദാചാരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തെറ്റ് കണ്ടാലും അതിൽ ഇടപെടാൻ പോകുന്നവരെ സദാചാരമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കും. ഈ വീട്ടില് ചേട്ടൻ പറഞ്ഞ പോലെ ഈ വീട്ടിൽ നിന്ന് ഈ അമ്മയെ മാറ്റി താമസിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഭീഷണിയാണ്. പക്ഷെ ആ അമ്മ മാറി താമസിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഈ അമ്മ മാറി താമസിക്കുന്നുണ്ട്. അവര് പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നോക്കാൻ ആരുണ്ടാവില്ല എന്നാണ്. പക്ഷെ അത് തെറ്റാണ്. കാര്യം ഈ അമ്മ അല്ല, അത് തെറ്റാണ്. കാര്യം അമ്മയുടെ കാര്യം മാത്രമാണ് നോക്കിയത്. തന്നെ അവൻ ആക്രമിക്കുമോ എന്നുള്ളതാണ് അമ്മ നോക്കിയത്. അത് തെറ്റാ. അമ്മ അവിടെ അവനെ അവിടെ കയറാതിരിക്കാൻ നാട്ടുകാരെ കൊണ്ട് സംഘടിപ്പിക്കണമായിരുന്നു. അവിടെയാണ് ഒരു അമ്മയുടെ ഇത് കാണിക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത് തെറ്റുണ്ടോ? കാര്യം അവൻ എന്നെ കൂടെ ഇത് ചെയ്തേക്കും എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അത്ര ഭീരുവായിട്ട് ഭക്ഷണത്തിൽ വല്ലതും കലർത്തി തന്നാലോ എന്നൊക്കെയാണ്. അതൊക്കെ ബാലിശമാണെന്നേ പറയാൻ പറ്റും. എന്ത് സംഭവിച്ചു? ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലായി. അതെ, ജീവൻ അപകടത്തിലായി. ഇനി അവൾ സർവൈവ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്, സർവൈവ് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ചേട്ടാ, ഞാൻ പറയുന്നതേ, ഇയാളുടെ ബോഡി ലാംഗ്വേജ് മോശമാണെന്ന് കണ്ടാൽ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഇയാൾ സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോ ഈ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് ചേട്ടൻ പറഞ്ഞതുപോലെ വണ്ടി വട്ടം വെക്കുകയും അവർക്കെതിരെ തട്ടിക്കയറുകയും ഒക്കെ ചെയ്തത്. തുടർന്ന് 20ഓളം വീട്ടുകാർ ചേർന്നിട്ട് ഒരു മാസ് പെറ്റീഷൻ ചോറ്റാനിക്കര സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബന്ധുക്കളും ഒക്കെ പറഞ്ഞു നിന്നെയും എന്തെങ്കിലും ചെയ്തു കളഞ്ഞേക്കും എന്ന് പറയുന്നു. ഈ ചെയ്തു കളഞ്ഞേക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു കാര്യം ഒരാൾ വന്ന് അക്രമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് ഈ നാട്ടുകാർ ഉൾപ്പെടെ പെറ്റീഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ഇവനെ കൊണ്ട് സഹിക്കാൻ വയ്യ, എനിക്ക് ആ കുട്ടിക്ക് അച്ഛനില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ കൂടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങൾ വരണമെന്നില്ലെന്നേ, പൊതുപ്രവർത്തകരുണ്ടല്ലോ, പൊതുപ്രവർത്തകർ ഉണ്ടാവണം. കാര്യം നമ്മളൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും കണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടം വരെ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വിൽ പവർ ഉള്ള ഒരു അമ്മ മാത്രമല്ല, വിൽ പവർ ഉള്ള അമ്മ എന്ന് ചേട്ടൻ പറയുമ്പോഴും ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഈ കുട്ടിയെ 2-3 തവണയായിട്ട് നെറ്റി, കണ്ണ്, കഴുത്തിന്റെ അവിടെയൊക്കെ ആയിട്ട് പാടുകൾ കണ്ടു. അപ്പൊ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റിയതാണ്. അപ്പൊ പറഞ്ഞാൽ ഞാൻ വീണിട്ട് മുറിവേറ്റതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് വീണ് മുറിവേറ്റതാണെങ്കിൽ ഇങ്ങനെയല്ല, അതായത് കൃത്യമായിട്ട് ഒരു ആയുധം കൊണ്ടോ എന്തെങ്കിലും ആക്രമിക്കുമ്പോഴോ ഉണ്ടാകുന്ന മുറിവ് കണക്കെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ മുറിവുണ്ടാകുമ്പോൾ ഈ കുട്ടിയായാലും ചിന്തിക്കണ്ടേ, പറയണ്ടേ എനിക്ക് ഇന്നതുപോലെ സംഭവിച്ചതാണ് അമ്മ, നമുക്ക് ഇതൊരു പരാതി കൊടുക്കാം, ഇവനിൽ നിന്ന് എനിക്ക് ഒഴിവായി കിട്ടണം എന്നുള്ളൊരു കാര്യമെങ്കിലും പറയേണ്ടതല്ലേ? അല്ല, ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ ഞാനൊരു 8 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ പലതും നമ്മളൊക്കെ ആ ഏജ് കഴിഞ്ഞ് വന്നതാണ്. ഫ്രീഡം നിങ്ങൾ എടുത്തോളൂ. പക്ഷെ ആ ഫ്രീഡത്തിൻ്റെ അവസാനം ഈ കാണുന്ന രീതിയിലുള്ള ഒരു സംഭവത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഒരു പരിധി. അതെ, ഒരു പരിധിക്കപ്പുറം തന്നെ പോകുന്ന രീതിയിലേക്ക് ആകുമ്പോൾ എൻ്റെ കൺമുന്നിൽ നടന്ന ചില കാഴ്ചകളൊക്കെ ഞാൻ ഇടയ്ക്ക് പ്രീതിയോട് പറഞ്ഞായിരുന്നു. ഒരു വയസ്സായ ഒരാളിനെ ആ പെൺകുട്ടി 2 പെൺകുട്ടികളും ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് സംസാരിക്കുന്നു. പെട്ടെന്ന് അയാളെ അടിച്ച് നിലത്തിടുന്നു. നമ്മൾ ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അയാൾ പറയുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ഇവൻ ഈ 2 പെൺപിള്ളേരെയും കൊണ്ട് ഇവിടെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി പെട്ടെന്ന് നേരത്ത് കാണിക്കുന്നത് എൻ്റെ ഭർത്താവാണ്, ഞാൻ എൻ്റെ ഭർത്താവുമായി സംസാരിച്ച് ആയിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഒരു 60-65 വയസ്സായ മനുഷ്യനെ അടിച്ച് നിലത്തിരുന്ന രംഗം കണ്ടുകൊണ്ടാണ് ഞാൻ ചെന്ന് പിടിച്ചു മാറ്റുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ സ്വാതന്ത്ര്യം എടുത്തോളൂ, പക്ഷേ പരിധിക്കപ്പുറം പോകുന്ന വിഷയങ്ങൾ ജനനേന്ദ്രിയത്തിൽ വരെ രക്തം വാർന്ന നിലയിൽ കിടക്കുന്നു. ഉറുമ്പരിക്കുന്ന രീതിയിൽ മുറിവുകൾ സംഭവിച്ചിരിക്കുന്നു. അതൊരു ശരീരമല്ലേ, ഒരു മനുഷ്യ ശരീരമല്ലേ, അത് ഒരു പെൺകുട്ടിയാണ്. പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ മനുഷ്യ ശരീരമാണ്. ആ ഒരു മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള എനിക്ക് തോന്നിയത് അമ്മയുടെ ഭാഗം ശരിയാക്കാനായി പോയത് തെറ്റ് തന്നെയാണ്. അമ്മയ്ക്ക് അവിടെ നിന്നുകൊണ്ട് ആളെ കൂട്ടി, ഇപ്പോൾ പറഞ്ഞ പോലെ പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, പരോപകാരമുള്ള മനസ്സ് ഇന്നുമുള്ള നിരവധി പേര് നമ്മുടെ ലോകത്തിലുണ്ട്, ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയില്ല. കാര്യം അങ്ങനെയുള്ള 10 പേരെ കൂട്ടിയെങ്കിലും ഈ പറയുന്നവനെ അവിടുന്ന് ഓടിക്കാമായിരുന്നു. ഈ വാർഡ് മെമ്പറൊക്കെ സ്ഥിരം കൃത്യമായിട്ട് വന്ന് ഇത്തരം കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇതിനൊപ്പം നിൽക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടുകൂടിയാണ്. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ അവരൊന്നും പ്രത്യക്ഷത്തിൽ വരേണ്ട. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയേണ്ടി വരും. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ഈ പിന്നെ ആരായിരുന്നു ആ 2 കുട്ടികളെ അവരുടെ സൈക്കോ ക്രിമിനലിൽ നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റാർട്ട് ചെയ്യണേ. ഈ ചെന്താമരയുടെ കാര്യം നമ്മൾ കണ്ടല്ലോ. ഈ ചെന്താമരയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്ത, ആഹാരം വാങ്ങിച്ചു കൊടുക്കുക.
ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലെ കേസ് ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന നടയടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പോലീസുകാർ 2 അടി അങ്ങ് കൂടുതൽ. അപ്പോൾ ഇപ്പോൾ മനുഷ്യാവകാശം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പ്രതികൾക്ക് നേരെ പോലീസിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പ്രതികളെ ഒന്ന് നേരെ ശിക്ഷിക്കാൻ പോലും പോലീസിന് കഴിയുന്നില്ല. പിന്നെ എങ്ങനെ ഈ പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യും, എങ്ങനെ മനസ്സിലാക്കും? ഇപ്പൊ ഇവനൊരു നട്ടാക്കുറുക്കാത്ത രാജ്യദ്രോഹികൾക്ക് വേണ്ടി വരെ മനുഷ്യാവകാശം ഉയർത്തുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഉണ്ട്. മനുഷ്യാവകാശം കൂടിക്കൂടി പണ്ട് ഞാൻ ചോദിക്കട്ടെ, പല പ്രമുഖ അഡ്വക്കേറ്റുമാരെ ഇത്തരത്തിലുള്ള പ്രതികളെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി സ്വാർത്ഥതയാണ്, അവരുടെ പണത്തോടുള്ള മാത്രമാണ് അതിന് പിന്നിലുള്ളത്. ആളൂർ വക്കീൽ ഗ്രീഷ്മ ഇറക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ട ഒരു റിപ്പോർട്ടർ സംസാരിച്ചപ്പോൾ ഞാൻ ഗ്രീഷ്മ ഇറക്കിക്കൊണ്ടുവരും, അതിനുള്ള സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എനിക്ക് കണ്ടെത്താൻ കഴിയും എന്ന് അയാൾ അങ്ങ് വാദിക്കുകയാണ്. അപ്പോൾ അത് പണത്തിന് വേണ്ടി. പക്ഷെ ഈ കേസ് നമ്മൾ എടുത്ത് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ അങ്ങനെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്കാക്കിയിട്ട് പോകുക, സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, മാത്രമല്ല ഏട്ടാ, ഞാൻ ചേട്ടൻ പറഞ്ഞില്ലേ അവരത് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇതിനും അപ്പുറം മറ്റെന്തോ ഒരു കാര്യം അവിടെയുണ്ട്. ഒരമ്മ ഭിന്നശേഷിക്കാരിയായ മകളെ, ഭിന്നശേഷിക്കാരി ആണെങ്കിൽ ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഒരു മകളെ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് സ്വന്തം രക്ഷ നോക്കി അപ്പുറത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ അവിടെ മറ്റെന്തോ കൂടി ഉണ്ടെന്ന് ഞാൻ കരുതും. മറ്റെന്താണെങ്കിലും അമ്മ എന്തെങ്കിലും പ്രശ്നക്കാരിയാകും ആകുമോ എന്താണ് എന്ന് നമുക്കറിയില്ല. അതൊക്കെ ഇനി വെളിച്ചത്ത് വരേണ്ട കാര്യങ്ങളാണ്. കാരണം ഏതൊരു മക്കളെയും സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരിക്കലും ഒരു പ്രായപൂർത്തിയായ കുട്ടിയെ ഇത്തരത്തിൽ ഒരാൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒറ്റക്കാക്കിയിട്ട് ബോധമുള്ള ഒരു അമ്മയും ഒരു അച്ഛനും പോകില്ല, അത് ഉറപ്പാണ്. അത്രയും നമുക്ക് ഇതിൽ പറയാം.